കേരള രാഷ്ട്രീയത്തിൽ തൃശ്ശൂരിലെ വിജയം, ബി.ജെ.പിയുടെ വിജയം ഏതൊക്കെ രീതിയിലായിരിക്കും പ്രതിഫലിക്കാൻ പോകുന്നു എന്നുള്ള ചോദ്യം ഇപ്പൊ തന്നെ ഉയർന്നു കഴിഞ്ഞു. കാരണം തൃശ്ശൂരിലെ അവർ ഒരു സീറ്റിൽ ജയിച്ചു എന്നുള്ളതല്ല, കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും ബി.ജെ.പിക്ക് വോട്ടിംഗ് മുന്നേറ്റമുണ്ട്. സംശയമൊന്നുമില്ല. ബി.ജെ.പിയുടെ വളർച്ച തൃശ്ശൂർ കൊണ്ടല്ല, തൃശ്ശൂരിന് മുമ്പേ ബി.ജെ.പിക്ക് വളർച്ചയുണ്ട്. ശരിക്കും ബി.ജെ.പി 91 ശേഷമാണ് വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത്. ഞാൻ ബി.ജെ.പിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് 40 വർഷമായി. 82 അസംബ്ലി ഇലക്ഷനിൽ 2% കിട്ടിയ ബി.ജെ.പിയെ തൊട്ട് എനിക്കറിയാം. താങ്കൾക്ക് ഓർമ്മ കാണും, 84 കേരളവർമ്മ രാജ തിരുവനന്തപുരത്ത് 1,17,000 വോട്ട് പിടിച്ചപ്പോൾ അന്ന് തൊട്ടുള്ള ആ മാറ്റം, അത് എങ്ങനെ വളരുന്നു എന്നുള്ളതും, മാരാർ 900 വോട്ടിന് 87 കാസർഗോഡ് മഞ്ചേശ്വരത്ത് തോറ്റതും, അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഓരോ ഫാക്ടേഴ്സ് ബി.ജെ.പി നോർത്തും സൗത്തിലും 2-3 കോൺസ്റ്റിറ്റ്യുവൻസിയിലായിട്ട് വളർന്ന സാഹചര്യം. പക്ഷേ കുറച്ചുകൂടി പറഞ്ഞാൽ സമീപകാലത്ത് ബി.ജെ.പിയുടെ വളർച്ച ഏറ്റവും ശക്തമായത് മുരളീധരൻ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ്. മുരളീധരൻ നല്ലൊരു സംഘാടകനാണ്. പിന്നെ അത് എങ്ങനെ പ്രവർത്തിച്ച് കൊണ്ടുവരണം എന്നുള്ളത് അറിയാം. അതിലൊരു പ്രത്യേക ബ്രേക്ക് ത്രൂ അദ്ദേഹം കൊണ്ടുവന്നത് വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള സൗഹൃദം, അത് കൂടുതൽ ശക്തിപ്പെട്ട SNDP യോഗത്തിൻ്റെ പിന്തുണ 2016 ശേഷം ബി.ജെ.പിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ ഗുണം വലിയ പരിധിയിൽ ഈഴവ സമുദായം ഒഴുകിയില്ലെങ്കിലും, കാരണം നമുക്കറിയാം CPM-ൻ്റെ 65% വോട്ട് ഷെയർ വരുന്ന ഈഴവ സമുദായത്തിൽ നിന്നാണ്. പക്ഷേ അവിടെ തന്നെ പിടിച്ചു. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നല്ല, ഈഴവ സമുദായം കൂടുതൽ ലെഫ്റ്റായിട്ടുള്ള ആൾക്കാരിൽ ഒരു വിഭാഗത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് ബി.ജെ.പി ശരിക്കും വളർന്നു കഴിഞ്ഞു. ആ സമയത്തെ വളർന്നു. ഇറ്റ് ഹാസ് ബിക്കം എ ഫോഴ്സ് ടു റെക്കൺ വിത്ത്. പക്ഷേ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ LDF ബി.ജെ.പിയുടെ വിജയം തടുക്കും, UDF ബി.ജെ.പിയുടെ വിജയം തടുക്കും. അതാണ് പണ്ട് മഞ്ചേശ്വരത്ത് നടന്നത്, മുമ്പ് തിരുവനന്തപുരത്ത് നടന്നത്. പിന്നീട് രാജഗോപാലിനെ തോൽപ്പിക്കാൻ നേമത്തേക്ക് ഓടി വന്ന മുരളീധരൻ. അപ്പോൾ നമുക്കറിയാം ഈ സ്ഥാനാർത്ഥികൾ വോട്ട് ട്രാൻസ്ഫർ CPM ഇടത് വലത്ത് ബി.ജെ.പിക്ക് അല്ല കോൺഗ്രസിന് കൊടുക്കും, കോൺഗ്രസ് തിരിച്ചു. ശ്രീധരനെ തോൽപ്പിക്കാൻ ഷാഫി പറമ്പലിനെ CPM 3-ാം സ്ഥാനത്ത് പോയി. അപ്പോൾ ഇതൊക്കെ നമുക്ക് പക്ഷേ ഇത്തവണ വോട്ട് ട്രാൻസ്ഫർ ഉണ്ടായില്ല. എനിക്ക് ഏറ്റവും താല്പര്യം തൃശ്ശൂരിൽ വരാൻ കാരണം സുനിൽ കുമാർ ഒരിക്കലും CPI വരത്തില്ല, CPM വരത്തില്ല. അതോടൊപ്പം മുരളീധരനെ കൊണ്ടുവന്ന് നിർത്തിയതാണ് ഒരു ജയൻ കില്ലർ അല്ല എന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. കാരണം അദ്ദേഹം എത്രയോ പ്രാവശ്യം പലയിടത്തും തോറ്റു. തൃശ്ശൂർ തന്നെ തോറ്റു, വടക്കാഞ്ചേരി തോറ്റു, നടന്നില്ല. ഈ 3 പേരും തമ്മിൽ വരുമ്പോൾ വോട്ട് കച്ചവടം ഇല്ല, വോട്ട് ട്രാൻസ്ഫർ ഇല്ല. അതേസമയം 28% വോട്ട് പോൾ ചെയ്ത സുരേഷ് ഗോപി 19, അതിനുശേഷം രാജ്യസഭയിൽ 6 വർഷത്തെ സേവനം, 15 മുതൽ 21 വരെ അദ്ദേഹം പ്രവർത്തിച്ചത്, അതോടൊപ്പം തന്നെ അസംബ്ലിയിൽ നിന്നത്, പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് വർദ്ധിച്ചത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടെമ്പേർഡൊക്കെ ആണെന്ന് ചിലപ്പോൾ തോന്നും. ചില തിയേറ്ററിക്കൽ ജസ്റ്റേഴ്സൊക്കെ കാണും. മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയക്കാർക്കും ട്രോൾ ചെയ്യാൻ ഒരുപാട് വകുപ്പ് അദ്ദേഹം കൊടുക്കും. പക്ഷേ അദ്ദേഹത്തിലൊരു വലിയൊരു മനുഷ്യ മനസ്സുണ്ട്. അദ്ദേഹം സാധാരണ സിനിമാ താരങ്ങളെല്ലാം വീട്ടിലേക്ക് കാശ് കൊണ്ടുപോകണം, കോടിക്കണക്കിന് രൂപ. പക്ഷേ ഇദ്ദേഹം കിട്ടുന്ന സമ്പത്തിൻ്റെ നല്ലൊരു പങ്ക്, 4 മക്കളുള്ളൊരു കുടുംബമാണെന്ന് നോക്കണം, എന്നിട്ട് പോലും നല്ലൊരു പങ്ക് പാവങ്ങൾക്ക് അദ്ദേഹം കൊടുത്തു. ആ കൊടുത്തത് കേരളം ഒട്ടുക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞും അല്ലാതെയും. ഇപ്പോൾ അദ്ദേഹത്തിന് കാസർഗോഡ് കൊണ്ട് കൊടുക്കേണ്ട കാര്യം എന്താണ്? എൻഡോസൾഫാൻ. അപ്പോൾ ചുരുക്കത്തിൽ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം, ഒരു ഫിലന്ത്രോഫിസ്റ്റ്. അതിൽ അദ്ദേഹത്തിനുണ്ടായ പേര് തൃശ്ശൂരിലെ ആൾക്കാർ മനസ്സിലാക്കി. ഇതിനപ്പുറം അദ്ദേഹത്തിന് ഒരു പ്ലൂറലിസ്റ്റിക് സപ്പോർട്ട് ബി.ജെ.പിയുടെ ഹിന്ദു ബേസ് മാത്രം കൊണ്ടല്ല, ക്രൈസ്തവ വിഭാഗത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നു. അത് നല്ല ഗംഭീരമായിട്ട് ഇറങ്ങിച്ചെന്നു. പ്രത്യേകിച്ച് 21% ക്രിസ്ത്യൻസ് ഉള്ള തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ക്രൈസ്തവ ഗ്രൂപ്പുകളുടെ ആത്മാർത്ഥ പിന്തുണ അദ്ദേഹത്തിന് കിട്ടി. അതുകൊണ്ടാണ് വിജയിച്ചപ്പോൾ പറഞ്ഞത്, മാതാവിനും കൂടി നന്ദി പറയുന്നു, അറിയുന്ന എല്ലാ ദൈവങ്ങൾക്കും നന്ദി പറയുന്നു, പ്രത്യേകിച്ച് മാതാവിനും നന്ദി. അപ്പോൾ ചുരുക്കത്തിൽ ക്രിസ്ത്യൻ സപ്പോർട്ട് അദ്ദേഹത്തിന് സബ്സ്റ്റാൻഷ്യലായിട്ട് കിട്ടി. ക്രൈസ്തവ വിഭാഗക്കാരായ ജനങ്ങൾക്കും ബിഷപ്പുമാർക്കും എല്ലാം അദ്ദേഹം വളരെ ഹെൽപ്ഫുള്ളാണ്, ആക്സസിബിൾ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അതിനൊരു ഘടകമായി. ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് ഭൂരിപക്ഷം 74,000-ന് മുകളിൽ പോയത്. അപ്പോൾ സംശയമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഒരു പരീക്ഷണം ബി.ജെ.പി ഇനിയും ചെയ്താൽ അവർക്ക് സാധ്യത കൂടും. ഈ ഇലക്ഷനിൽ 15% നിന്ന് 4% വർധനവ് നിസ്സാരമല്ല ബി.ജെ.പി നേടിയത്. അപ്പോൾ 1-2 ചെറിയ മണ്ഡലത്തിൽ മാത്രമേ പോളിംഗ് കേരളത്തിൽ പുറകോട്ട് പോയുള്ളൂ. പക്ഷേ ബാക്കി 8 മണ്ഡലങ്ങളിലെങ്കിലും ബി.ജെ.പിയുടെ വോട്ട് ശതമാനം ഗണ്യമായി കൂടി. അതിൽ തന്നെ 3 ലക്ഷം കവിഞ്ഞ 4 സ്ഥാനാർത്ഥികളുണ്ട്. അത് നിസ്സാരമല്ല. ഇപ്പോൾ ബി.ജെ.പി ഇപ്പോഴാണ് ശരിക്കും ഒരു ഇലക്ട്രൽ ഫോഴ്സ് ആയത്. 33 ലക്ഷം വോട്ടുകൾ ബി.ജെ.പിക്ക് വീണിരിക്കുന്നു. അപ്പോൾ ഇനി ഇടതും വലുതും എന്നുള്ളതല്ല, ബി.ജെ.പിയുടേതായ ഒരു പാത ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ചില വിമർശകർക്ക് അരാഷ്ട്രീയം എന്ന് പറയാം. കാരണം ഒരുപാട് ചെറുപ്പക്കാർ രാഷ്ട്രീയം നോക്കാതെ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ വോട്ട് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
18 സീറ്റ് UDF നേടുകയും ഓരോ സീറ്റ് വീതം മറ്റു മുന്നണികൾക്ക് പോയി. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പെർസെന്റേജ് കൂടിയത് NDAക്കാണ്. ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. ഇപ്പൊ LDFന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 1.81% കുറവാണ് അവർക്കുണ്ടായത്. കഴിഞ്ഞ തവണത്തെ 35% കിട്ടിയതിൽ നിന്ന് 33ആയി. UDFന് 2.18% വോട്ടാണ് കുറഞ്ഞത്. 18 സീറ്റ് കിട്ടിയപ്പോഴാണ് ഇത് സംഭവിച്ചത്. അവർക്ക് 47 നിന്ന് 45%. അത് ഒരു സീറ്റ് കിട്ടിയ NDAക്ക് 3.71% കൂടി 15-ൽ നിന്ന് 19-ലേക്ക് എത്തി. അപ്പൊ ഈ കേരളത്തിലെ ഒരു സ്വഭാവം BJPക്ക് വോട്ട് ഷെയർ കൂടുകയും ചെയ്തു, എന്നാൽ കോൺഗ്രസിനെ ജനങ്ങൾ കൈവിട്ടതുമില്ല. ഒരേ സമയം രണ്ട് കാര്യങ്ങൾ വോട്ടർമാർ ചെയ്തിരിക്കുന്നുള്ളതാണ്. അതെങ്ങനെയാണ് ആ ഒരു മനഃശാസ്ത്രം? അതെ, ഇത് വളരെ വ്യക്തമാണ്. ഞാനിത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തതാണ്. കാരണം കേരളത്തിൽ ഒരു ശക്തമായ ആൻറ്റി മോദി ഫാക്ടറുണ്ട്. അപ്പോൾ മോദിക്കെതിരെയുള്ള വികാരം, ആ കേന്ദ്രത്തിൽ മോദി ഭരണം വരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നൊരു വലിയൊരു വിഭാഗം ആൾക്കാർ, അവർക്ക് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ഫാക്ടറില്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു തരംഗമാണെന്ന് ഞാൻ കലാവതിക്ക് മുമ്പും പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം ഈ ഫാക്ടേഴ്സ് ഒഴുകിയെത്തുന്നത് UDFിലേക്കാണ്. അപ്പോൾ LDFന് റിലവൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ തഴഞ്ഞിട്ടില്ല. അതേസമയം കോൺഗ്രസ്സിലെ വോട്ട് ഉൾപ്പെടെ ഇടതുപക്ഷത്തിലുള്ള വോട്ട് ഉൾപ്പെടെ ഒരു ഭാഗം BJP ചെയ്തു. കാരണം ഈ പരമ്പരാഗതമായി രണ്ട് മുന്നണികളേക്കാൾ മൂന്നാമതൊരു മുന്നണിയെ പരീക്ഷിക്കണം. അപ്പോൾ മോദി വിരുദ്ധത പറയുമ്പോൾ മോദിക്ക് സിമ്പതിയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ആ സിമ്പതി ഫാക്ടർ അതോടൊപ്പം ഇത്രയും ശക്തനായ ഒരു പ്രധാനമന്ത്രി രാജ്യത്ത് ആവശ്യമാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് കേന്ദ്രം നന്നായിരിക്കണം. രാജ്യത്തിലെ സാമ്പത്തിക വളർച്ച വേണം, ഭദ്രത വേണം, ദേശീയ സുരക്ഷ വേണം, അന്തർദേശീയ ബന്ധങ്ങൾ ശക്തമാകണം. ആർക്ക് കൊടുക്കാൻ പറ്റും? നമ്മൾ മറുവശത്ത് ചിന്തിച്ചു നോക്കി, അവിടെ ശക്തമായൊരു മുന്നണിയില്ല. ഇപ്പോഴല്ലേ കുറച്ചുകൂടി കൺസോളിഡേറ്റഡ് ഇന്ത്യ മുന്നണി, ഇപ്പോഴാണ് കൺസോളിഡേറ്റഡ്. ഒരു പൊതു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും ഉയർത്തിയിട്ടില്ല. ഇത്തരം സാഹചര്യങ്ങൾ BJPക്ക് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ഗുണം വരാൻ കാരണം അതാണ്. മാത്രമല്ല നല്ല സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. രണ്ട് എക്സ്ട്രീംസാണ്. ഇതിനിടയ്ക്ക് റിലവൻസ് ഇല്ലാതായി പോയത് ഇടതുപക്ഷമാണ്.